ഹായ് സുഹൃത്തുക്കളെ, ഈ 2026 മാർച്ച് 26-ാം തീയതി ശുക്രൻ രാശി മാറുകയാണ്. രാവിലെ 5:13 AM മാറുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം അതിന്റെ എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു 19-ാം തീയതി വരെ അത് നീണ്ടു നിൽക്കുക ഒരു നല്ല ഫലങ്ങൾ. അപ്പം ഏതൊക്കെ രാശിക്കാർക്ക് എങ്ങനെയൊക്കെയാണ് ഓരോ ശുക്രന്റെ ആയിട്ടുള്ള ഫലം വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശുക്രനെ പറ്റി ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം പല ആൾക്കാരും നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട്, പക്ഷെ പുതിയ ചില ആൾക്കാർ വരുവാണെന്നൊരിത് അവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിയല്ല. ശുക്രൻ എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ ഗ്രഹമാണ്. എല്ലാം വാരിക്കോരി കൊടുക്കും. ബാറ്, ഡാൻസ്, അല്ലെങ്കിൽ ഓർണമെന്റ്സ്, നമുക്ക് മേക്കപ്പ് സെറ്റ്, അണിഞ്ഞൊരുങ്ങാനുള്ള സാധനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഫൈനാൻസ് എല്ലാം. അതായത് ഈ ഫിലിം ഇൻഡസ്ട്രി ഉള്ളത്, അഭിനയം, യൂട്യൂബ്, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇങ്ങനെയുള്ളതും അത് പിന്നെ ഇതിന്റെ പല കോമ്പിനേഷൻ ഉണ്ട്. രാഹു അങ്ങനെ അല്ലെന്ന രീതിയിൽ പറയുന്ന ശുക്രനെ, അങ്ങനെ പല ഉള്ളൊരു ജൂപ്പിറ്റർ, അങ്ങനെ പല കോമ്പിനേഷൻ വെച്ചാണ് പല കാര്യങ്ങൾ. അല്ലെന്നൊരു പ്രത്യേകിച്ച് രാഹു എന്ന് പറഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രിയാണ്. അപ്പൊ ഇങ്ങനെ പല അല്ലെന്നൊരു കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെ പല ആംഗിൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി ഓരോ ഇത് പറയേണ്ടത്. അപ്പൊ നമുക്ക് ഓരോ ഗ്രഹത്തിന്റെ കണക്ടിവിറ്റിയാണ്. അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ ഒരു നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഈ ശുക്രന്റെ എന്ന് പറഞ്ഞാല് വളരെ ഇമ്പൾസീവായിട്ട് ലവ്, ഈ ഒരു രാശി മാറുമ്പോൾ നിങ്ങളുടെ ശുക്രന്റെ മേളിൽ കൂടെ അതായത് നമ്മുടെ ബർത്ത് ചാർട്ടില് ശുക്രന്റെ മേളിൽ കൂടെ ശുക്രൻ പാസ് ചെയ്യുന്ന സമയമാണെന്നൊരു 100% ആ ഒരു സമയത്ത് പ്രണയം സംഭവിക്കാനോ, അല്ല ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാനോ, അല്ലെങ്കിൽ ഇതുമായിട്ട് പല പൈസ ഏതെങ്കിലും രീതി വരാനോ, വണ്ടി വാങ്ങിക്കാനോ, അങ്ങനെ പല രീതിയിലായിട്ടുള്ള യോഗമുണ്ട്. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ചില പുതിയ പ്രണയബന്ധം വരാം. അങ്ങനെയൊക്കെ ഉള്ളത്, അങ്ങനെ ഏത് രീതിയിലുള്ളതായിട്ടുള്ള നല്ല അനുകൂലമായിട്ടുള്ള ഒരു സംഭവമാണ് ശുക്രൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ടോട്ടൽ 12 സോഡിയാക് സൈൻ ആണ്. അപ്പം ഓരോ സോഡിയാക് സൈനും 9 പ്ലാനറ്റുകളും 12 സോഡിയാക് സൈനും. അപ്പൊ ഈ 12 മാസം എന്നല്ല നിങ്ങൾ വിചാരിച്ചു, ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ കാണും. അപ്പൊ ഈ ഓരോ ഈ മാസത്തിലുള്ള ഈ കള്ളികളിലും നമ്മുടെ ഓരോ സോഡിയാക് സൈൻ നിൽക്കുന്നതനുസരിച്ചും, അതുകൂടാതെ അപ്പൊ നമ്മൾ ജനിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഒരു പ്ലാനറ്ററി പൊസിഷൻ രൂപപ്പെടുന്നത്. ആ ഒരു സമയം അനുസരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കൂടാതെ ഗോചാരത്തിലെ, അതായത് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഗോചാരത്തിലെ ശുക്രൻ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള നമ്മുടെ ഈ ബർത്ത് ചാർട്ടിലെ ശുക്രന്റെ മേളിൽ കൂടെ ശുക്രൻ പാസ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്താണ് നമുക്ക് ഇങ്ങനെ പലതും അനുകൂലമായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടായിരുന്നത്. സപ്പോസ് ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് ബിഗ് ബോസിനകത്ത് അനു എന്ന് പറഞ്ഞ ഒരു ലേഡി ഉണ്ടായിരുന്നു. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അതിന് ശുക്രൻ തെളിഞ്ഞു എന്ന് പറയുന്ന മാതിരി അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള നല്ല അനുഭവങ്ങൾ വന്നു, ഫേമസ് ആകാനുള്ള ഒരു സിറ്റുവേഷൻ വന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ശുക്രന്റെ ആ ഒരു ആംഗിൾ റേഡിയേഷൻ വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഓരോ വീഡിയോയ്ക്കകത്ത് പല ഡിഫറെന്റ് ആയിട്ടുള്ള ആംഗിളിലുള്ള പല കാര്യങ്ങളും അവതരിപ്പിക്കാറുണ്ട്. ഈ മാസത്തെ ശുക്രന്റെ വീഡിയോയ്ക്കകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ന്യൂമറോളജി പ്രകാരമുള്ള, അല്ല അതിന് മുമ്പിലത്തെ പ്രാവശ്യമുള്ള ഈ ശുക്രന്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ന്യൂമറോളജി പ്രകാരമുള്ള പല കാര്യങ്ങളെ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട, അതുപോലെ ശുക്രന്റെ ആംഗിളിലുള്ള ഈ വാസ്തുപരമായിട്ടുണ്ടാകുന്ന ദോഷങ്ങൾ ഉണ്ടാകാൻ, അല്ലെ മെഡിക്കൽ അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോ വീഡിയോയ്ക്കകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല അതുമല്ലൊരു മൊബൈൽ ന്യൂമറോളജിക്കലി നമ്മുടെ മൊബൈലിൽ ശുക്രന്റേതായിട്ടുള്ള ചില നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ആകുമെന്നുള്ള പല കാര്യങ്ങളും നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ളത് കൂടുതൽ ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹം ഉണ്ടെന്നൊരു താല്പര്യം ഉണ്ടെന്നൊരു പഴയ നമ്മുടെ ശുക്രന്റെ വീഡിയോ പോയിട്ട് കണ്ടാൽ മതി. അപ്പൊ മനസ്സിലാവും. അത് മാത്രമല്ല, അപ്പൊ ഈ കഴിഞ്ഞ വിഷുവിന്റെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിഷുവിന്റെ വീഡിയോയ്ക്കകത്ത് 9 പ്ലാനറ്റുകളെ, 9 ഗ്രഹങ്ങളെ, 9 വാസ്തുപരമായിട്ട് 9 ഗ്രഹങ്ങളെ, അല്ലെങ്കിൽ 9 ഗ്രഹങ്ങളെ എങ്ങനെ പോസിറ്റീവ് ആക്കണം, വാസ്തുപരമായിട്ട് ഓരോ ഗ്രഹങ്ങളെ എങ്ങനെയൊക്കെ നമുക്ക് അനുകൂലമായിട്ടാക്കണം എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ വിഷുവിന്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കയറി വരും. അപ്പൊ അത് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് ഒരു പകുതി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ പ്രഡിഷൻ കഴിഞ്ഞിട്ടുള്ള റെമഡി പാർട്ടിന്റെ ആ ഒരു പോർഷൻ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാസ്തുപരമായിട്ടുള്ള പല ആൾക്കാർക്കും സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു താല്പര്യം ഉണ്ടെന്നൊരു ആ ഒരു വീഡിയോ പോയിട്ട് കാണാവുന്നതാണ്. അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു. അപ്പം നമ്മുടെ വിഷുവിന്റെ ആയിട്ടുള്ള വീഡിയോയ്ക്കകത്ത് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പൊ ഇതൊരു ശുക്രന്റെ വീഡിയോ ആയതുകൊണ്ട് ശുക്രന്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും കവർ ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ആ വിഷുവിന്റെ ആയിട്ടുള്ള വീഡിയോ കണ്ടിരിക്കുക.
ഈ കഴിഞ്ഞ മാസം 2-ാം തീയതി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വാറിനെ പറ്റി. 3-ാം തീയതി ഭൂമിയിലെ ആറ്റോമിക് പ്രസൻസ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ആറ്റോമിക് പ്രസൻസ് ഉണ്ടായിരുന്നു. അത് തന്നെയല്ല ഈ യുദ്ധത്തിന്റെ കാര്യങ്ങള് ഈ ഏകദേശം ഈ വ്യാഴം നേർരേഖയിലാകുന്നതെന്ന് 11-ാം തീയതിയാണ്. ആ 11 ആകുമ്പോഴത്തേനും യുദ്ധത്തിനൊരു കാഠിന്യം കുറയുമെന്നൊക്കെ ഉള്ള പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അത് പറ്റുവാണെന്നൊരു ഇതിന്റെ ലിങ്ക് ഇടാം, നിങ്ങൾ അതൊന്ന് കേട്ടിരിക്കുക. പിന്നെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വ്യാഴത്തിന്റെ വീഡിയോ താല്പര്യമുള്ളവർക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് അറിവ് കിട്ടുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. തിരുവാതിര നോക്കിക്കഴിഞ്ഞാൽ ഈ തിരുവാതിര നക്ഷത്രാധിപൻ എന്നാണ് ബുധനാണ്. അതേമാതിരി ഇതിന്റെ നോക്കിക്കഴിഞ്ഞാൽ കർമ്മ നോക്കിക്കഴിഞ്ഞാൽ രാഹുവാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ ശുക്രകർമ്മയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള നാളുകാരെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബുധൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷന്റെ ഗ്രഹമാണ്. അപ്പൊ ഇവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ചില ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ റീഡിംഗ് ഹാബിറ്റെ കൂടുതൽ സംസാരിക്കാനുള്ളത് അങ്ങനെയൊക്കെ ഉള്ളൊരു താല്പര്യം അങ്ങനെയൊക്കെ ഉള്ളതും ബിസിനസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെന്ന രീതിയിൽ ഈ പറഞ്ഞ ആംഗിളിലെ ഈവൻ മെഡിസിനോ അല്ല റിലേറ്റഡ് ആയിട്ടുള്ളതോ അങ്ങനെ പല ഇതുമായിട്ടും ബന്ധപ്പെട്ടിരിക്കും ഇത് നമുക്ക് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ ഈ രാഹു ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അപ്പം രാഹു ഇവിടെ എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ബുധനുണ്ട്, രാഹുണ്ട്, ശുക്രനുണ്ട്. അപ്പൊ ഈ ശുക്രനും രാഹുവും കൂടെ എന്ന് പറഞ്ഞാൽ കൂടുതൽ സെക്ഷൽ താല്പര്യങ്ങൾ കൂടുതലുള്ളാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു തിരുവാതിരയുടെ ആ ഒരു നാളിൽപ്പെട്ട ആൾക്കാര്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ആർക്കും മാറ്റിവെക്കാൻ പറ്റുന്നതല്ല, അതൊരു എനർജിയാണ്. പ്രത്യേകിച്ച് ഈ രാഹു പ്രത്യേകിച്ച് ശുക്ര കർമ്മയാണ്. അതുകൂടാതെ നമുക്ക് ബർത്ത് ചാർട്ടില് ഏതെങ്കിലും ഒരു ആംഗിളില് പ്രത്യേകിച്ച് ശുക്രനും ചൊവ്വ രാഹുവും കൂടെ കണക്ട് ആക്കുകയാണ് 100% അവര് ഹൈ ആയിട്ടുള്ള ഈ ഒരു രീതിയിലുള്ള സെക്ഷൽ എനർജി വളരെ കൂടുതലായിട്ടുള്ള ഒരാൾക്കാരായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള ചില ആൾക്കാർ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിന് പോകാനും എടുക്കാനും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള വരുമ്പോഴാണ് ഒരു കാര്യങ്ങൾ ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇത് ഞാനിപ്പോ ഒരു DNA ഒരു കണക്ഷൻ വെച്ചിട്ടാണ് പറഞ്ഞത്. അതുകൂടാതെ നമ്മുടെ ബർത്ത് ഡീപ്പാർട്ടി ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറയാനുള്ളത്. അപ്പം അതേമാതിരി നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഓരോ നാടിനെ പറ്റി വിശദമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. കുറെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നാടിന്റെ വിശദമായിട്ടുള്ളതുണ്ട്. കാരണം ഒരു 45 മിനിറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിനെ കണ്ടു കഴിയുമ്പോൾ എന്നറിയാം എത്ര ഡീപ്പായിട്ടാണ് ഓരോ ആൾക്കാരെ പറ്റി പറയുന്നതെന്നുള്ളത്. അപ്പൊ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് അപ്പൊ ഈ നമ്മുടെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കല്ലെന്നൊരു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ നാള് വെച്ചിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇത് കയറി വരും. അപ്പൊ അത് കാണുക. അപ്പൊ കണ്ടു കഴിയുമ്പോൾ അതിന്റെ വ്യത്യാസം മനസ്സിലാവും. ഇത് ആക്ച്വലി ഞാനിത് DNA അസ്ട്രോളജിയാണ്. അപ്പൊ ഇതിന് പല കാര്യങ്ങളും ഇവിടെ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ജെനറ്റിക്സ് ഒക്കെ പറയുന്ന മാതിരിയാണ് ഈ ഒരു സംഭവം. പണ്ട് നിങ്ങൾ കേട്ട് കാണും മെന്റലിസം എന്ന്, ഗ്രിഗർ മെന്റൽ. അപ്പൊ ഗ്രിഗർ മെന്റൽ പറഞ്ഞിട്ടുണ്ട് 6 തലമുറ, ചിലയിടത്ത് 4 തലമുറ, 3 തലമുറ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് പാസ് ചെയ്ത് വരും. അപ്പം നിങ്ങൾക്ക് സപ്പോസ് ഒരാൾക്ക് ഒരു കോങ്കണ്ണുണ്ട്, ഒരു ഫാമിലിയിലെ ഒരു 3 ജനറേഷൻ ബാക്കില്, അങ്ങനെയുള്ള ആൾക്കാരുടെ ഈ ഒരു 3 ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെയും ട്രാൻസ്ഫർ ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് X ക്രോമസോം, Y ക്രോമസോം, ഇങ്ങനെയുള്ള ഒരു ക്രോമസോമിന്റെ കണക്കും കാര്യം അത് ജനറ്റിക്സ് ഡീപ്പായിട്ട് പോകുമ്പോഴേ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള XY ക്രോമസോം ഒക്കെ ഇത് ഇരിക്കുന്ന XX, 2X, പിന്നെ ഒരു XY. അപ്പൊ അങ്ങനെ ഇതിന്റെ കോമ്പിനേഷൻ വരും. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഇത് വരുമ്പോൾ ജനറ്റിക്കലി ക്യാരക്ടറെ അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരും. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഒരു സംഭവമാണ് ഞാൻ ഈ ഒരു പറയുന്നത്. ഇതിനകത്ത് ഈ കർമ്മ അല്ലെങ്കിൽ ഈ പറഞ്ഞ ശുക്രകർമ്മ അല്ലെങ്കിൽ ചന്ദ്രകർമ്മ, സൂര്യകർമ്മ, ചൊവ്വകർമ്മ. അപ്പൊ ഈ കർമ്മം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ജനറ്റിക്കലി ഈ കർമ്മമാര് പോലും ട്രാൻസ്ഫർ ചെയ്ത് വരുമെന്നുള്ള. അപ്പം ഇത് DNA അസ്ട്രോളജി എന്നാണ് അതിന്റെ പേര്. അപ്പൊ അത് ഉൾപ്പെടെ ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. കാരണം ഈ ഒരു DNA അസ്ട്രോളജിയുടെ എന്ന് പറഞ്ഞാൽ അതൊന്നും അവർക്ക് ഡീപ്പായിട്ട് പ്രഡിക്ഷനോ കാര്യങ്ങളോ ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് ഇങ്ങനെയുള്ള ഈ കർമ്മം മാത്രം വെച്ച് പറയുന്നതല്ല അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ, അത് മനസ്സിലാക്കുക. അപ്പം അതിനുപരിയായിട്ട് നമ്മളിത് മനസ്സിലാക്കേണ്ട ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റിയാണ് ഞാൻ ഓരോന്നും പറഞ്ഞേക്കുന്നത്. അതുകൂടാതെ അവർ ജനിക്കുന്ന സമയവും അങ്ങനെയുള്ള കാര്യങ്ങളും അത് വെച്ചിട്ടുള്ളതും അവരുടെ ബർത്ത് ഓരോ പ്ലാനറ്ററി പൊസിഷന്. അപ്പൊ അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നിങ്ങളുടെ വിശദമായിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ നാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് A to Z കാര്യങ്ങൾ പറയുന്നുണ്ട്.
വരി നമുക്ക് ഓരോ നിങ്ങൾ ലഗ്നം വെച്ചിട്ട് വേണം കാര്യങ്ങൾ നോക്കാൻ. അപ്പം അതേമാതിരി നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഓരോ നാടിനെ പറ്റി വിശദമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്, കുറെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നാടിന്റെ വിശദമായിട്ടുള്ളതുണ്ട്. കാരണം ഒരു 45 മിനിറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിനെ കണ്ടു കഴിയുമ്പോൾ എന്നറിയാം എത്ര ഡീപ്പായിട്ടാണ് ഓരോ ആൾക്കാരെ പറ്റി പറയുന്നതെന്നുണ്ട്. അപ്പൊ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് അപ്പൊ ഈ നമ്മുടെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കല്ലെന്നൊരു സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ നാള് വെച്ചിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇത് കയറി വരും. അപ്പൊ അത് കാണുക. അപ്പൊ കണ്ടു കഴിയുമ്പോൾ അതിന്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പൊ അതാണ് ഈ ഒരു രാശിക്കാരുടെ. ഇനി നമുക്ക് പ്രഡിക്ഷൻ പാർട്ടിലോട്ട് പോകുമ്പോൾ വിശദമായിട്ട് ബാക്കി നോക്കാം. നമ്മുടെ ഈ വീഡിയോയിലെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പ്ലാനറ്ററി പൊസിഷനാണ് ഹൗസിനെക്കാട്ടിൽ ഇമ്പോർട്ടന്റ്. പ്ലാനറ്ററി പൊസിഷനും പ്ലാനറ്ററി കണക്ടിവിറ്റിയാണ്. അത് പവർ ഓഫ് ഈ പറയുന്ന നാഡീ അസ്ട്രോളജി എന്നാണ് പറയേണ്ടത്. നല്ലതാണ്. പിന്നെ നമുക്ക് എ ടു സെഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബർത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എ ടു സെഡ് നമുക്ക് ഓരോ കാര്യങ്ങളും അറിയാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. അതാ നമ്മൾ പ്രത്യേകിച്ച് നാഡീ അസ്ട്രോളജി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എ ടു സെഡ് നമുക്കറിയാം. നമ്മുടെ നാഡീ ജ്യോതിഷത്തിന്റെ അന്തർധാരയിലേക്ക് വെളിച്ചം വീശാൻ കഴിവുള്ള ഒരുപാട് ഇൻഫർമേഷന് ഈ ഒരു ബിഗിനിങ്ങില് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് താല്പര്യമുള്ളത് കേൾക്കുക. കാരണം നമ്മുടെ ഈ വേദിക് അസ്ട്രോളജിയും ഈ നാഡി അസ്ട്രോളജിയും രണ്ടാണ്. നമ്മൾ രണ്ടുമാണ് ഇപ്പൊ പറയുന്നത്. ഈ കാരണം ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നത് നമ്മുടെ പ്രഡിക്ഷൻ പാർട്ട് ഇതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ വേദിക് അസ്ട്രോളജി വെച്ചിട്ടാണ് പറയുന്നതെന്ന് വരികയും നാഡി അസ്ട്രോളജിയുടെ ആ ഡീപ്പായിട്ടുള്ള പ്രഡിക്ഷൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദിക് അസ്ട്രോളജി പോസിബിൾ അല്ല. അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിന് നാഡി അസ്ട്രോളജി തന്നെ വേണം. കാരണം അവിടെ ഗ്രഹങ്ങളെ വെച്ചിട്ടാണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യുന്നത്. കാരണം ഓരോ ഗ്രഹത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാലും ബാക്കി നിന്ന് കഴിഞ്ഞാലും പല പ്രശ്നങ്ങളും പല രീതിയിലുള്ള പല നമുക്ക് അനുഭവങ്ങളും ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് നമുക്ക് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതായത് ശുക്രന്റെ ഫസ്റ്റ് ഹൗസിൽ അല്ല സെക്കൻഡ് ഹൗസ് അല്ലെന്നിരി ഇങ്ങനെയുള്ള ഒരു പൊസിഷൻ അല്ലെന്നിരി ശുക്രന്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഈ പറയുന്ന ഗ്രഹങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെന്നൊരു കാണാം. അതല്ലെന്നിരി ഈ 10 മിനിറ്റ് കഴിയുന്നുണ്ട് അടിച്ചു വിട്ടിട്ട് നിങ്ങളുടെ പ്രഡിക്ഷൻ വരുന്നുണ്ട്, അത് പോയിട്ട് കാണാം. അത് പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കാരണം നിങ്ങളുടെ തന്നെ പ്ലാനറ്ററി പൊസിഷനാണ്. കാരണം ഒരു ഹൗസിന്റെ പോലും ആവശ്യമില്ല. അതാണ് ഈ ഒരു നാഡീ ജ്യോതിഷത്തിന്റെ വ്യത്യാസം എന്നുള്ള ഹൗസ് അല്ല, അവിടെ നമ്മൾ പ്ലാനറ്ററി പൊസിഷനാണ്. വെറും 5% മാത്രമേ നമുക്ക് അവിടെ ഹൗസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. ബാക്കി ഗ്രഹങ്ങളെ കണക്ടിവിറ്റി പ്രത്യേകിച്ച് 159, 2610, 3711, 4812 അങ്ങനെയൊക്കെ പറയാം. അതായത് ആംഗിളിലോ 90 ഡിഗ്രി അല്ലെങ്കിൽ ആ ഒരു സ്ക്വയറിലെ ഇങ്ങനെ പല രീതിയിലുള്ള ഗ്രഹങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി, ആ ഗ്രഹങ്ങൾ തമ്മിൽ കണക്ടിവിറ്റി വരുമ്പോൾ ആ ഗ്രഹങ്ങളുടെ ഇത്ര ഡിഗ്രി, ആ ഡിഗ്രി അനുസരിച്ച് നമുക്ക് പല രീതിയിലുള്ള നമുക്ക് മാറ്റങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ അടുത്ത ഹൗസിൽ നിൽക്കുക അങ്ങനെയുള്ളതും മാറ്റങ്ങളുണ്ടാവും. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്ലി, വീക്കിലി അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രഡിക്ഷൻസ് വരുന്നുണ്ട്. മന്ത്ലി പ്രഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനാൻസ്, ട്രാവല് അല്ലെങ്കിൽ ഹെൽത്ത്, വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എ ടു സെഡ് കാര്യങ്ങൾ ഒറ്റ ഗ്ലാൻസിൽ അറിയാനുള്ള രീതിയിലുള്ള മോഡേൺ രീതിയിലുള്ള ഇതാണ് ചെയ്തേക്കുന്നത്. അതിന്റെ ജസ്റ്റ് സാമ്പിൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി. ഈ ഒരു രീതിയിൽ എല്ലാ ആൾക്കാരുടെയും പ്രഡിക്ഷൻ മന്ത്ലി നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഉള്ളതാണ് കാര്യങ്ങൾ, ഫൈനാൻഷ്യലി എങ്ങനെ നിൽക്കുന്നു, അപ്പൊ എത്ര സ്റ്റാർ ഉണ്ട്, ആ ഒരു സ്റ്റാറിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുന്നത് അങ്ങനെയൊക്കെ എല്ലാം കാണാൻ പറ്റും. അപ്പൊ വേറൊരു കാര്യം ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ ഹൈപ്പ് ഒന്ന് ഞെക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ ചാനലിന് എന്തെങ്കിലും ഒരു ബൂസ്റ്റ് ചെയ്യാനോ എടുക്കാനോ ഒരു ചാനലിന് ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി നല്ലതായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടൊന്നും ഇത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അപ്പൊ ഒരാൾക്ക് 3 പ്രാവശ്യം വരെ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അപ്പൊ അത് ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞാണ്. അപ്പൊ ഒന്ന് ഹൈപ്പ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാവും. ഓരോ നാഡീയായിട്ടുള്ള നമ്മുടെ ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ അവിടെ എങ്ങനെ ഏതൊക്കെ ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉള്ളെന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ബർത്ത് ചാർട്ടില് രാഹു ശുക്രൻ അടുപ്പിച്ചു വന്നെന്ന് വെച്ചു. അങ്ങനെയുള്ളവർക്ക് ഒരുപാട് പൈസ കാണും. അതുപോലെ ശുക്രനും ഗുരുവും കൂടെ നിൽക്കുവാണെന്ന് വെച്ചു. ഇപ്പൊ ശുക്രൻ രാഹു പറഞ്ഞു, ഇപ്പൊ ശുക്രനും ഗുരുവും നിൽക്കുവാണെന്നൊരില് അങ്ങനെയുള്ള ആൾക്കാര് ഒരുപാട് പൈസക്കാരനാകാനുള്ള ഒരു സാധ്യത
അതുപോലെ ഇങ്ങനൊക്കെ ഉള്ള ആൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടാകാനുള്ള ഒരു സാധ്യത. അപ്പൊ ഇങ്ങനൊക്കെയുള്ള നമുക്ക് ഈ ഒരു ഗ്രഹത്തിന്റെ കണക്ടിവിറ്റി നോക്കിയിട്ട് മനസ്സിലാക്കാം. അതുപോലെ ശുക്രനും ശനിയും കൂടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോലിക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യം വരത്തില്ല. അങ്ങനെയുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല ജോലിയും കാര്യങ്ങളും കിട്ടാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ജോബ് കിട്ടാനും എടുക്കാനും ഉള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ജോബ് കിട്ടാനും. അതുപോലെ വീനസും രാഹുവും ഒരു ആണിന്റെ ബർത്ത്യാട്ടിലാണെന്ന് വീനസും രാഹുവും കണക്ടറായിട്ട് നിൽക്കുവാണെന്നൊരില് ആ ആളിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല സുന്ദരിയായിട്ടുള്ള ഭാര്യ ഉണ്ടാവും. അതേമാതിരി വീനസ് ജൂപ്പിറ്റർ, അതായത് ഈ പറയുന്ന ഗുരുവും വീനസും, അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് മാരേജ് പ്രോമിസ്ഡ് ആണ്. അപ്പം അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പല കേസിലും നമുക്ക് ചൊവ്വാദോഷം അതേ ഇതെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള പറയാറുണ്ട്. അത് ശുക്രനും ഗുരുവും കൂടെ അതേമാതിരി കണക്ട് ചെയ്ത്, അതായത് വീനസും ജൂപ്പിറ്ററാണ് ശുക്രനും ഗുരു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞ ആൾക്കാർക്ക് 100% മാരേജ് പ്രോമിസ്ഡ് ആണ്. അതുപോലെ ഈ ഡൈവേഴ്സ് ആകാനുള്ള യോഗമില്ല. അതുപോലെ ശുക്രനും ഗുരുവും രാഹുവും കൂടെ ഒരു കോമ്പിനേഷനിൽ എവിടെയെങ്കിലും കണക്ട് ആയിട്ടുണ്ടെന്ന് വരി അങ്ങനെയുള്ള ആൾക്കാർക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വൈഫ് ആ ഒരു ഫാമിലിയിൽ ഒരു വൈഫ് വന്നു കഴിഞ്ഞാൽ വളരെ റിച്ച് ആകുമെന്നുള്ള മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട്. അതിന്റെ നമുക്ക് ഓരോ ഈ പറയുന്ന ഇപ്പൊ വീനസ് അല്ലെന്നൊരു ഈ പറയുന്ന ശുക്രനുമായിട്ട് ഓരോ ഗ്രഹങ്ങളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഓടിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടെന്നൊരു അടിച്ചു വിട്ട് കാണാം. പക്ഷെ ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, കാരണം നിങ്ങളെ പറ്റി ഓരോരുത്തരെ പറ്റി പല കാര്യത്തില് അപഗ്രഥിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഈ വീനസിന്റെ കോമ്പിനേഷൻ എന്നാണ്. വീനസ് എന്ന ഈ ശുക്രന്, അതുപോലെ ജൂപ്പിറ്റർ, അതേമാതിരി രാഹുവ്, കേതുവ് അല്ലെന്നില്ല ഇങ്ങനെയുള്ള കേതു നല്ല പ്ലാനറ്റ് അല്ല. അപ്പൊ എന്നാലും ഓരോ കോമ്പിനേഷനും കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഈ വീനസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ശുക്രൻ എന്ന് പറഞ്ഞാൽ ഒരു ലേഡിയാണ് പ്രതിദാനം ചെയ്യുന്നത്. അതുപോലെ നമുക്ക് കല്യാണം കഴിക്കാനും എടുക്കാനും ഒരു ആണിന്റെ ആണെന്ന് നോക്കിയിട്ട് അതിനകത്ത് വീനസിനെ നോക്കിയാണ് വൈഫിന്റെ കാര്യങ്ങൾ, അല്ലെന്നൊരു ഒരു ലേഡിയാണെന്ന് വരി അതിനകത്ത് ഈ പറയുന്ന ചൊവ്വായെ നോക്കിയാണ് അറിയുന്നത്. ചൊവ്വ എന്ന് പറഞ്ഞാൽ അതായത് കുജന്, ആ ഒരു മാസിന്റെ എനർജി, അതാണ് ആണുങ്ങളെ ആ ഒരു കാര്യങ്ങൾ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടതും ഒക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് അങ്ങനെ വരുമ്പം വലിയൊരു പ്രശ്നമുള്ള ഇതിനകത്ത് ഒരു കോമ്പിനേഷന്, ഡൈവേഴ്സിന്റെ കോമ്പിനേഷൻ നമുക്ക് ആദ്യം ഒന്ന് പറയാൻ എന്താണെന്ന്. അപ്പൊ സപ്പോസ് ഇപ്പൊ ഈ ഒരു പറയുന്ന ഈ ശുക്രനും ഈ പറയുന്ന കുജനും, ഈ കുജനും ശുക്രനും ഇടയ്ക്ക് ഏതേലും ഉള്ള ആംഗിളില് 1592610 ഇങ്ങനെ ഏതേലും ആംഗിളില് കേതു കണക്ട് ആടുന്നവരിൽ there is chance of 80% ചാൻസ് ഓഫ് ഡൈവേഴ്സ്, 80% അവര് ഡൈവേഴ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വേദിക് അസ്ട്രോളജിയെയും അല്ലെങ്കിൽ പല അസ്ട്രോളജിയെയും വെല്ലുന്നതായിട്ടുള്ള ഒരു പ്രഡിക്ഷനായി പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഇപ്പൊ അതേമാതിരി നമുക്കൊരു ആണിനെ മനസ്സിലാക്കാനെന്ന് പറഞ്ഞാൽ അവരുടെ വ്യാഴത്തെ നോക്കിയാൽ ജീവഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു വ്യാഴവും വീനസും കൂടെ ഒന്ന് വന്നു, അതായത് വ്യാഴവും ശുക്രനും കൂടെ ഒരു കോമ്പിനേഷൻ വന്നെന്ന് വെച്ചു. അതായത് വ്യാഴം ആദ്യം നിൽക്കുന്നു, അതിന്റെ കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന വീനസ് വരിക. അങ്ങനെയുള്ള നിലയില് ആ ആള് കല്യാണം കഴിക്കുന്ന ആള് വൈഫ് വിൽ ബി ഗുഡ് ലുക്കിംഗ് ആൻഡ് ഫ്രം ദ റിച്ച് ഫാമിലി, നല്ലതായിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി എന്നുള്ള വൈഫ്, അതുപോലെ നല്ല ഗുഡ് ലുക്കിംഗ് ആയിരിക്കും, നല്ല കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ആയിരിക്കും അങ്ങനെയുള്ള ഒരു കല്യാണം കഴിക്കുന്നത്. അതുപോലെ നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന പേരുള്ള ഒരു ഫാമിലി എന്നുള്ളതായിരിക്കും. അതുപോലെ മണി മൈൻഡഡ് ആയിരിക്കും, നല്ല ഡിസയർ, നല്ല ആഗ്രഹങ്ങളെ, അല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ജീവിക്കാൻ എളുപ്പമുള്ള ഒരു അങ്ങനത്തെ ഉള്ള ഒരു ഫാമിലി നിന്നായിരിക്കും ജൂപ്പിറ്റർ വീനസ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനിലുള്ള ആൾക്കാർക്ക് വരുവാണെന്ന് വരില്ല. അതുപോലെ നല്ല റിലീജിയസ് ഫാമിലി ഇതായിരിക്കും, അത്യാവശ്യം ഭക്തിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഇതായിരിക്കും. മാത്രമല്ല നല്ല സെക്ഷൽ ഡിസയർ, ഈ പറയുന്ന ജൂപ്പിറ്റർ വീനസ് എന്ന് പറയുന്ന ഉള്ള ആൾക്ക് നല്ല സെക്ഷൽ ഡിസയർ കാണും. ഇങ്ങനെയുള്ള ലൈംഗിക താല്പര്യങ്ങൾ കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് എന്താണ്, ജീവഗ്രഹമാണ്, ഒരു ആണെന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ഈ ജൂപ്പിറ്റർ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ വീനസ് എന്ന് പറഞ്ഞാൽ ഒരു ലേഡിയാണ്, മാത്രമല്ല ആർഭാടമാണ്. അപ്പൊ ഒരു ഹൈ സെക്ഷൽ എനർജി ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വരും, ബർത്ത്യാട്ടി ഉള്ളവർക്ക് വരും. അത് തന്നെയല്ല, ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ഉള്ള ആൾക്കാരെ റിസർച്ചോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനും എടുക്കാനൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരിക്കും. പക്ഷെ എന്നുവരി അവിടെ ചില ഗ്രഹങ്ങളുടെ അഡീഷൻ, ഞാൻ ഈ ഒരു കണക്ടിവിറ്റി മാത്രം പറയുന്നത്, വേറെ ഏതെങ്കിലും ചില കേതു വന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാൻസ് ഓഫ് ബ്രേക്ക് ഇൻ എഡ്യൂക്കേഷൻ അങ്ങനെ പല ഉണ്ട്. പ്രത്യേകിച്ച് മെർക്കുറി അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ഒക്കെ ഉണ്ട്.
അപ്പൊ അതൊന്നും ഇവിടെ കവർ ചെയ്യുന്നില്ല, എല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ഈ ജൂപ്പിറ്റർ വീനസ് എന്ന് പറഞ്ഞ കോമ്പിനേഷൻ നിങ്ങളുടെ ആരുടെയും ബർത്ത് ചാർട്ടിൽ ഉണ്ടെന്ന് വരി നിങ്ങൾ മിനിമം ഒരു 67 വയസ്സ് വരെ ആയുസുള്ള ആളായിരിക്കും. 67 വയസ്സ് വരെ ഈ വീനസ് ജൂപ്പിറ്റർ, അതായത് ജൂപ്പിറ്റർ കഴിഞ്ഞിട്ട് വീനസ് വരാവും. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, കോമ്പിനേഷനുള്ള ആൾക്കാർക്ക് ഒരുമാതിരിപ്പെട്ട ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഒരു 67 വരെ ഉണ്ടാകാതെ എന്നുള്ള സാധ്യത കുറവാണ്. പക്ഷെ 67 കഴിഞ്ഞും ജീവിച്ചിരിക്കും. ഞാൻ പറഞ്ഞ മിനിമം ഒരു ടാർഗറ്റ് വെച്ചുള്ള ഒരു കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാകാനുള്ള സാധ്യത, തടി വെക്കാൻ എടുക്കാൻ, അതുകൊണ്ട് ചെറുതായിട്ടുള്ള നടപ്പ് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അതുവരെ ഇവിടെ ഏറ്റവും വേറൊരു കാര്യങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ നല്ല ഹീലർ ആയിരിക്കും. പ്രത്യേകിച്ച് ഡോക്ടേഴ്സിന്റെ ഒക്കെ വൃത്തിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വീനസ് ജൂപ്പിറ്ററിന്റെ ഒരു കോമ്പിനേഷന് കാണാനും എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് നമുക്ക് ഈ ഒരു സംഭവം തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ജൂപ്പിറ്റർ വീനസ്, അതായത് ഗുരുവും ഈ പറയുന്ന ശുക്രനും കൂടെ, ഇനി സപ്പോസ് ഇങ്ങനെ തിരിച്ചന്ന് നിൽക്കുക. ആദ്യം നമ്മുടെ ബർത്തിയാട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വീനസ് എന്ന് പറയുന്ന വന്നു കഴിഞ്ഞിട്ടാണ് ജൂപ്പിറ്റർ, അല്ലാതെ ഈ പറയുന്ന ഗുരു വന്നതെന്ന് വെച്ചു. സപ്പോസ് ഒരു ഫീമെയിൽ ചാർട്ടാന്ന് വെച്ചു. അപ്പൊ അങ്ങനെ ഉണ്ടെന്ന രീതിയിൽ ആ ഒരു ലേഡി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ബർത്തിയായിട്ടുള്ള ഒരു ലേഡി ഈ വീനസും ജൂപ്പിറ്ററും കൂടെ, വീനസ് കഴിഞ്ഞിട്ട് ജൂപ്പിറ്റർ നിൽക്കുന്നതാണെന്നില്ല ആ നാട്ടിൽ അറിയപ്പെടുന്ന അത്യാവശ്യം ബ്യൂട്ടിഫുൾ ഉള്ളതും ആൾക്കാരൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ലേഡി ആയിരിക്കും. അതുപോലെ ആ ഒരു ലേഡി അത്യാവശ്യം നല്ലൊരു ഫാമിലി ജനിച്ചായിരിക്കും, അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ ജനിച്ചായിരിക്കും. മാത്രമല്ല ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇച്ചിരി തടി കൂടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ബാങ്കിങ്, ഫൈനാൻസ്, അല്ലെങ്കിൽ ടീച്ചറ്, അങ്ങനെയുള്ള അല്ല HR മാനേജർ, അല്ലെങ്കിൽ ഈ ഗോൾഡിന്റെ കൺസൾട്ടൻസി, ഗോൾഡിന്റെ ബിസിനസ്, അല്ലെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്, ഇങ്ങനെയൊക്കെ ഉള്ള ജോലിയൊക്കെ ചെയ്യുന്ന ആ ഒരു ആംഗിളിൽപ്പെട്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഒരു മണി മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. ഇതിനോടൊക്കെ കമ്പമുള്ളത്, മ്യൂസിക് അല്ലെങ്കിൽ ഡാൻസ്, ഇങ്ങനെയുള്ള ചില ആക്ടിവിറ്റിയോടൊക്കെ പ്രത്യേകിച്ച് കമ്പമുള്ള ആൾക്കാരായിരിക്കും ഈ ഒരു കണക്ടിവിറ്റി വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുമല്ല കൗൺസിലിംഗ്, അസ്ട്രോളജി, അങ്ങനെയൊക്കെ ഉള്ള ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ ഒക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട്. എന്നാൽ വേറൊരു കാര്യം കൂടെ പറയാം. നമുക്ക് ഈ പറയുന്ന നോക്കി ചില ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര മുഖത്ത് ഒരുപാട് പിമ്പിൾസ് കാണാം. അത് മുഖക്കുരു വരുന്ന കാണാം. അങ്ങനെയുള്ള ആൾക്കാരുടെ വൃത്തിയായിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 100% അവർക്ക് വീനസും കേതുവും കൂടെ ഒരു കണക്ഷൻ കാണും. അപ്പൊ ഈ വീനസും കേതുവും കൂടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ പറയുന്ന മുഖത്ത് പിമ്പിൾസ് വരുമെന്നുള്ളത് മനസ്സിലാകും. വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വീനസും ജൂപ്പിറ്ററും ഇങ്ങനെ വരുന്ന ആൾക്കാരുടെ മുഖം നല്ല ഉരുണ്ടതായിരിക്കും. നല്ല ചബ്ബി ഫേസ്, ഒരു നല്ലൊരു ചബ്ബി ഫേസ്, മുഖം നല്ല ഉരുണ്ട, നല്ല അത്യാവശ്യം സുന്ദരമായിട്ടുള്ള ഒരു മുഖമായിരിക്കും എന്നുള്ളത് മനസ്സിലാകും. പിന്നെ ഈ ഒരു കോമ്പിനേഷനുള്ള ആൾക്കാർ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വൈഫുമായിട്ടൊക്കെ നല്ല ബോണ്ടിങ് ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. നല്ല ഒരു വൈഫുമായിട്ടുള്ള സ്നേഹമുള്ളത്. എന്നാൽ നമുക്ക് ഇനി നോക്കിക്കഴിഞ്ഞാൽ വീനസ്, നമ്മൾ ഇപ്പൊ പറഞ്ഞ വീനസ്, ഈ പറയുന്ന വീനസും ജൂപ്പിറ്ററും. ഇനി നമുക്ക് വേറൊരു കോമ്പിനേഷൻ നോക്കാം. വീനസിന്റെ തന്നെ, വീനസും രാഹുവും കൂടെ വന്നു കഴിഞ്ഞാൽ നോക്കിയേ, വീനസ് രാഹു കൂടെ വന്നു കഴിഞ്ഞാൽ, ഈ വീനസും രാഹുവും കൂടെ വന്നു കഴിഞ്ഞാൽ ആണുങ്ങളുടെ ഒരാടെ ചാറ്റ് വന്നു കഴിഞ്ഞാൽ 100% ഗ്രോത്ത് ആഫ്റ്റർ മാരേജ്. ഈ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. അതുപോലെ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്നത് പോലും റിലേറ്റഡ് ആയിട്ടുള്ള ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ ഈ പറയുന്ന പ്രത്യേകിച്ച് ബാങ്കിങ്, ഫൈനാൻസ്, അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ജുവലറി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, മെഡിസിന് റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള വർക്ക് തെരഞ്ഞെടുക്കുന്ന ആ ഒരു ആംഗിളുള്ളവർക്ക് വളരെ ഉയർച്ച ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ ഒരു ലേഡിയുടെ ചാർട്ടിലാണെന്ന് ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ വന്നാൽ അവർ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണം കഴിഞ്ഞിട്ട് വരാനോ എടുക്കാനോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ചാർട്ടിൽ ഈ പറയുന്ന വീനസും ഈ പറയുന്ന ഈ സാറ്റേൺ, ശനിയും കൂടെ കോമ്പിനേഷൻ വരുന്ന ആൾക്കാർക്ക് ഇച്ചിരി ലേറ്റായിട്ട് കല്യാണം കഴിക്കാൻ സാധ്യതയുള്ളൂ. പ്രത്യേകിച്ച് 30 വയസ്സ്, ചില ആൾക്കാർക്ക് 36 വയസ്സ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു കല്യാണം കഴിക്കാനുള്ള. അതായത് ഈ ശനി എന്ന് പറഞ്ഞാൽ ഡിലേയുടെ ഗ്രഹമാണ്, താമസിക്കുന്നതാണ്. അപ്പൊ വീനസ് എന്ന് പറഞ്ഞാൽ ഭാര്യയാണ്. അപ്പൊ ഭാര്യ താമസിച്ചേ വരത്തുള്ളൂ. അപ്പൊ സിമ്പിൾ ആണ്, സാധാരണക്കാർക്ക് മനസ്സിലാകണം. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ പറയുന്നത്. അതുമാതിരി ഇങ്ങനെയുള്ള ഒരു പ്ലാനറ്ററി പൊസിഷൻ ഉള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് നല്ല കഠിനാധ്വാനത്തിൽ കൂടെ നല്ല രീതിയിലുള്ള
ഈ ഒരു പൈസ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട, ഈ പൈസ എന്ന് പറഞ്ഞാൽ അധികം എന്നുകൊണ്ട് സമ്പാദിക്കാൻ പറ്റണമെന്നില്ല. പൈസ ഉണ്ടാക്കാൻ പറ്റും, സമ്പാദ്യം എന്നുകൊണ്ട് ഒരുപാട് കാണുന്നില്ല. അത് പയ്യെ 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 സമ്പാദ്യം കാര്യങ്ങൾ കാണുള്ളൂ. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ആരെങ്കിലും ചെക്ക് ചെയ്തു, ഇത് നമുക്ക് റിസർച്ചിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ വീട് പോലും നോക്കിയാൽ സൗത്തിലോ അല്ലെ വെസ്റ്റിലോ ഡയറക്ഷനോ ആയിട്ടുള്ള ആയിരിക്കും ഈ വീനസ് സാറ്റേണിന്റെ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ വീടുണ്ടാകുന്നതെന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. അതേമാതിരി ഈ പറയുന്ന വീനസ്, ഈ പറയുന്ന ശുക്രനും ചന്ദ്രനും കൂടെ കണക്ട് ആയിട്ട് നിൽക്കുകയെന്നൊരു നോർത്ത് ഡയറക്ഷനോട്ടുള്ളതായിരിക്കും ഇവരുടെ വീടിന്റെ ആയിട്ടുള്ള ഒരു ദർശനം കാണുന്നത്. അതുപോലെ ഈ വീനസ്, ഈ പറയുന്ന ശുക്രനും സൂര്യനും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈസ്റ്റ് ഡയറക്ഷനോട്ടായിരിക്കും ഇവരുടെ ഹൗസ് ബേസ് ചെയ്യുന്നത്. പിന്നെ തിരിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിയോ, സാറ്റാണ് ശനി ആദ്യം വന്നു, വീനസ് അത് കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് വെച്ചു. അങ്ങനെ അതത് നമുക്കത് മനസ്സിലാക്കേണ്ട ഇത്ര ഡിഗ്രി എന്നുള്ള അങ്ങനെയൊക്കെ ഉള്ള നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പ്രോസ്പെരിറ്റി ഇൻ കരിയർ ആഫ്റ്റർ മാരേജ്. അപ്പൊ അത് ശനിയും ഈ പറയുന്ന വീനസ്, അതായത് കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാർ, കല്യാണം കഴിക്കാത്ത ആൾക്കാരാണെന്നതിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ശനിയും വീനസുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ എന്നൊരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ വൈഫിന് എന്തെങ്കിലും ചെറിയ ഒബ്സ്റ്റക്കിള് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആദ്യമൊക്കെ, പിന്നെ അത് പയ്യെ പയ്യെ മാറും. അതുപോലെ ഇങ്ങനെയുള്ള ലേഡീസിന്റെ ഒക്കെ ഒരു ബർത്ത്കാർഡിലൊക്കെ ഈ പറയുന്ന ശനി കഴിഞ്ഞിട്ട് ശുക്രൻ നിൽക്കുന്നതായിട്ടുള്ള ഒരു ഇത് വരുന്ന ഇങ്ങനെയൊക്കെ ആൾക്കാർ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം ജോലി ചെയ്യാനും എടുക്കാനും ഒക്കെ ഉള്ള അങ്ങനത്തെ ഉള്ളൊരു ഇതായിട്ടുള്ളതായിരിക്കും ആണ് പൊതുവെ കണ്ടുവരുന്നത്. അതുപോലെ ഇങ്ങനെയുള്ള ആൾക്കാർ കൂടുതലും ഈ പറയുന്ന വീനസിന്റെ റേഡിയേഷനിൽപ്പെട്ട ഇങ്ങനെയൊക്കെയുള്ള ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഗോൾഡ്, അല്ലെങ്കിൽ ഫൈനാൻസ്, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെ ജുവലറി റിലേറ്റഡ് ആയിട്ടുള്ളത്, അതുമല്ലെങ്കിൽ അഭിനയം, ഇങ്ങനെയൊക്കെ ഉള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും വർക്ക് ചെയ്യുന്നതെന്നൂടെ മനസ്സിലാക്കുക. അതുപോലെ ഈ വീനസ് സാറ്റന്റെ ഈ ഒരു റേഡിയേഷൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ സാറ്റൻ വീനസ് ഇങ്ങനെ വരുന്ന ശുക്രവഞ്ചി യോഗ എന്ന് പറയും. ശുക്രവഞ്ചി യോഗ. അപ്പൊ ഈ ശുക്രവഞ്ചി യോഗ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സാറ്റനും വീനസും ഇങ്ങനെ കോമ്പിനേഷൻ നിൽക്കുന്ന ആൾക്കാർ ജോലി ചെയ്തിട്ട് നല്ല പൈസ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു യോഗത്തിലാണ് ഈ ശുക്രവഞ്ചി യോഗ എന്നുള്ള ഒരു ടെക്നിക്കൽ നെയിം. പക്ഷെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ പ്രത്യേകിച്ച് അവരുടെ വീട്ടില് ആർക്കെങ്കിലും കാലിനോ ഉള്ള പ്രത്യേകിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ആളിന്റെ വൈഫിന് ഇങ്ങനെയൊക്കെ ഉള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാലിന് വേദനയോ അല്ലെ കാലിന് വേദനയ്ക്ക് ഗുളിക കഴിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ടാണ് ആ ഒരു ശുക്രവഞ്ചി യോഗയുടെ കാര്യം പറഞ്ഞാൽ. അതേപോലെ നമ്മുടെ ഇത് വീനസിന്റെ കാര്യം പറഞ്ഞ വീനസും അതേമാതിരി നമുക്ക് ജൂപ്പിറ്റർ, അതായത് ഗുരു, ജൂപ്പിറ്ററും ഈ പറഞ്ഞ വീനസും കൂടെ കണക്ഷൻ ചെയ്തതെന്ന് കഴിഞ്ഞാൽ സഞ്ജീവനി യോഗ എന്ന് പറയും. ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. കാരണം ഡോക്ടേഴ്സും ഇങ്ങനെയൊക്കെ ഉള്ള ഹീലർ അല്ലെന്നൊരു ഈ പറയുന്ന വല്ല അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ളതോ അങ്ങനെ പല രീതിയിലുള്ള ആംഗിളിൽ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നല്ല ഹീലർ ആയിരിക്കും. അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചില മെഡിസിൻ പോലും കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പം അത് ഇത് കുറയാൻ എടുക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ വീനസ് രാഹു, ഈ പറയുന്ന ശുക്രനും രാഹുവും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ വരിക, പ്രത്യേകിച്ച് ശുക്രൻ കഴിഞ്ഞിട്ട് രാഹു വരിക, അങ്ങനെയൊക്കെ ഉള്ള ഒരു യോഗയ്ക്ക് ഫ്ലേർട്ട് യോഗ എന്ന് പറയും. ഫ്ലേർട്ട് യോഗ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതായത് കൂടുതൽ ഇങ്ങനെയുള്ള ഒരു കേസിൽ ലവ് മാരേജ് അല്ലെങ്കിൽ വേറെ ആൾക്കാരുകൊണ്ട് പ്രണയം തോന്നാനുള്ള ഒരു സാധ്യത. അതുകൂടാതെ ഇതേ കാര്യം തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വായും രാഹുവുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഫീമെയിൽ ചാർട്ടിലാണ് ഈ ഒരു സംഭവം ഫ്ലേർട്ട് യോഗ എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അവർക്ക് ഈ പ്രണയം അല്ലെങ്കിൽ പ്രണയം ഉണ്ടാകാനേ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് 2 or 3 ഉള്ള പ്രത്യേകിച്ച് മാരേജിന് മുമ്പ് തന്നെയുള്ള ഒരു പ്രണയബന്ധം ഉണ്ടാകാനൊക്കെ ഉള്ളതും ആ ഒരു അല്ലെന്ന രീതിയിൽ സപ്പോസ് ഇപ്പൊ ഒരു ഫീമെയിൽ ചാർട്ടിലാണെന്ന് രീതിയിൽ പറയുന്നത് വീനസ് രാഹു. അപ്പൊ അങ്ങനെയുള്ള ഒരു ബർത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ന് പറയാ പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജോലി ചെയ്യാൻ NRI ആയിട്ട് വിദേശത്ത് പോകാനുള്ളത്, അല്ലാതെ ഒരു കല്യാണം കഴിഞ്ഞോ അതിനു മുമ്പോ NRI ആയിട്ട് വിദേശത്ത് പോകാനോ അല്ലെന്നവരിൽ വേറൊരു കൾച്ചറിൽ ഒരാൾ കല്യാണം കഴിക്കുന്ന അവരുടെ വല്ലാത്ത ഡിഫറന്റ് ആയിട്ടുള്ള ഒരു കൾച്ചറിൽ ജനിച്ചതോ അതുപോലെ വേറൊരു ജാതിയോ മതത്തിൽപ്പെട്ടതോ ആയിരിക്കാനുള്ള ഒരു സാധ്യത 90% ആണ്. അതുപോലെ ഒരു ഫോറിൻ വിദേശത്തുള്ള അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതോ കൾച്ചറുമായിട്ട് ഡിഫറന്റ് ആയിട്ടുള്ള അല്ലെന്നൊരു ഫ്രം അതർ സ്റ്റേറ്റ് ഓഫ് ദ ടോട്ടലി എന്ന് പറഞ്ഞാൽ വേറൊരു കൾച്ചറിൽ ജീവിച്ചിരിക്കുന്ന ഒരു വൈഫിനെയാണ് അങ്ങനെയുള്ള ആൾക്കാർ കല്യാണം കഴിക്കാനും എടുക്കാനുള്ള ഈ പറയുന്ന വീനസ് രാഹു എന്നുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതേമാതിരി ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഈ വീനസ് രാഹു കോമ്പിനേഷൻ ഉള്ള ആൾക്കാർ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓൺലൈൻ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോറിൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നത്, അങ്ങനെ അതുമല്ലെങ്കിൽ ഈ വീഡിയോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെ അല്ലെ ടാരോ അങ്ങനെയൊക്കെ ഉള്ള ഈ ആംഗിളാണ് ടാരോ
വേറൊരു തേർഡ് പേഴ്സന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഈ ഒരു ഇവരുമായിട്ട് ബന്ധപ്പെട്ട മാരേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി വളരെ ഇതാണ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കോമ്പിനേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ ഇത് തന്നെ ഈ സപ്പോസ് വീനസ് രാഹു എന്ന് പറഞ്ഞാൽ വേറൊരു നെയിം ഉണ്ട്, നാഗമണി യോഗ. നാഗമണി യോഗ എന്ന് പറഞ്ഞാൽ വീനസ് രാഹു. വീനസ് എന്ന് പറഞ്ഞാൽ പൈസയാണ്, രാഹു എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യുന്ന, മൾട്ടിപ്ലൈ ചെയ്യുന്ന. അപ്പൊ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ വീനസും രാഹുവും കൂടെ ചേർന്നിരിഞ്ഞു കഴിഞ്ഞാൽ നാഗമണി യോഗ എന്ന് പറയുന്ന ഒരു യോഗം. അപ്പൊ ഒരുപാട് പൈസ കാര്യങ്ങൾ ഉണ്ടാകാനും എടുക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് മനസ്സിലാക്കാം. ഈ ഒരു ചാർട്ട് തന്നെ നേരെ നമ്മളൊന്ന് തിരിച്ചിട്ടു, രാഹു വീനസ് എന്ന് വെച്ചു. രാഹു വീനസ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും വേറെ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ, ഇപ്പൊ പ്രത്യേകിച്ച് രാഹു വീനസിന്റെ ഒരു കോമ്പിനേഷൻ വരുക. സപ്പോസ് നേരെ തിരിച്ച് തല തിരിച്ച്, നേരത്തെ നമ്മൾ പറഞ്ഞ വീനസ് രാഹു പറഞ്ഞു, ഇപ്പൊ രാഹു വീനസ് പറഞ്ഞു. അതുപോലെ ഈ രാഹു വീനസ് എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷനാണ് വന്നതിൽ ഉറപ്പായിട്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ ഒരു കോമ്പിനേഷൻ ഒക്കെ വരുന്ന പല കേസിലും ഒളിച്ചോടാനൊക്കെ ഉള്ള ഒരു അങ്ങനെയുള്ള ഒരു സാധ്യത ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ സപ്പോസ് ഒളിച്ചോടുമെന്നല്ല, അതിന്റെ അവരുടെ അപ്ബ്രിങ്ങിങ്, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവരെ ചില ആൾക്കാരെ കല്യാണം കഴിക്കാൻ വീട്ടുകാരെ അനുവദിക്കാതെ ഒളിച്ചോടുന്ന കാര്യമില്ല. ഇന്നത്തെ സിറ്റുവേഷനൊക്കെ മാറി. അപ്പൊ ആ ഒരു രീതി നമ്മൾ ഉൾക്കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാം. ഇനിയിപ്പോ നോക്കാം വീനസ് കേതുവിന്റെ ഒരു കോമ്പിനേഷൻ നോക്കാം. ഈ വീനസ് കേതു എന്ന് പറഞ്ഞാൽ, അതായത് വീനസ് എന്നുള്ള ശുക്രൻ, ചില ആൾക്കാർക്ക് ലാംഗ്വേജിന്റെ ഇഷ്യൂ ഉണ്ട്. അപ്പം ഈ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പലയിടത്തും ടെൻഷൻ കൊണ്ടുവരുന്നതാണ്. വൈഫ് എന്ന് പറഞ്ഞാൽ ലോങ് ലൈഫ്, ഈ പറയുന്ന വീനസ് ഈ കേതു എന്ന് പറഞ്ഞാൽ ടെൻഷൻ അനുഭവിക്കുക, എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു ടെൻഷൻ കാര്യം. പ്രത്യേകിച്ച് കേതു എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുന്ന സാധനം, ഒരു കത്രികമായൊരു പ്രവർത്തിക്കുക, എവിടെ ഒബ്സ്റ്റക്കിളൊക്കെ ഉണ്ടാക്കുന്ന, എവിടെയും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത. മാത്രമല്ല ഈ വീനസ് കേതു ഉണ്ടാകുന്ന ആൾക്കാർ, കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ചാൻസ് ഓഫ് മിസ്കാരേജ്, അതായത് അബോർഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ ഡൈവേഴ്സ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയൊക്കെ ഉള്ള ബർത്തിയാട്ടില്. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് പല കേസിലും ഇങ്ങനെയുള്ള ചില കല്യാണം കഴിക്കാൻ നമ്മൾ നല്ല ഗൈഡൻസ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് പ്ലാനറ്ററി പൊസിഷൻ ഗോചാരത്തിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ ഉള്ള സംഭവിക്കുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് അവര് സംയമനം പാലിക്കുക, നല്ല രീതിയിലിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് നല്ല രീതിയിലുള്ള ഇവർക്ക് ഗൈഡൻസ് കൊടുക്കുക. കൗൺസിലിംഗ് ആണ് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടുന്നതെന്നുള്ള മനസ്സിലാക്കുക. അതേപോലെ ചൊവ്വ കേതു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ 90% അല്ല 80% ചാൻസ് ഓഫ് ഈ പറയുന്ന ഡൈവേഴ്സിന്റെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിവതും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ നോക്കിയിട്ട് നല്ല ഇത് നോക്കിയിട്ട്, അതിന്റെ യോഗമില്ലാത്ത ആൾക്കാരെ നോക്കിയിട്ട് കല്യാണം കഴിക്കുവാണെന്ന് വരില്ല, വളരെ നല്ലതായിരിക്കും. അത് നമുക്ക് ഈ വേദിക് അസ്ട്രോളജിയിലൊന്നും കിട്ടുകയില്ല. നമുക്ക് ഈ പറയുന്ന നാഡി അസ്ട്രോളജിയിൽ പ്രത്യേകിച്ച് ബൃഹുനന്ദി നാഡി ഞാൻ പറയുന്നത്. അപ്പം ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഏത് സയൻസ് ആയതെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇതിലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനും എടുക്കാനും പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പഠിക്കാനോ ഉള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഈ നോട്ടോ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തും ബാക്കി കാര്യങ്ങളെല്ലാം കാണും. 3 മാസത്തെ കോഴ്സ് ഉണ്ട്. അപ്പം അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്വാൻസ് കോഴ്സ് വേറെ ഇതും ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ 2 പോർഷനായിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന് പഠിക്കാനോ എടുക്കാനോ ഉണ്ടെന്ന് വരില്ല. ഇതിന്റെ ലിങ്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഒന്ന് മനസ്സിലാക്കുക, ഇതൊരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. ഇത് നമ്മൾ വെറും ഒരു പ്ലാനറ്ററി പൊസിഷന്റെ ഈ വീനസുമായിട്ടുള്ള മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ഓരോ ഗ്രഹത്തിനെ പറ്റും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് മാസ് കേതു അത് കാരണം കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇവിടെ ചൊവ്വായെ കൂടെ പറഞ്ഞത്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ വരും. അങ്ങനെയൊക്കെ ഉള്ള കോമ്പിനേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ വളരെ അഗ്രസീവ് ആയിരിക്കും. ഭയങ്കര എളുപ്പം ദേഷ്യം വരാനോ അല്ലെങ്കിൽ പിടിവാശി ശുണ്ടി വരാനൊക്കെ ഉള്ളൊരു സാധ്യത കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് അത് മാത്രമല്ല, ഈ പറയുന്ന ചൊവ്വ കേതു കോമ്പിനേഷൻ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവര് വീട്ടിലെ ഏറ്റവും ഇളയാളായിട്ടായിരിക്കും ജനിക്കുന്നത്. അതുപോലെ നോ സിബ്ലിംഗ് ആഫ്റ്റർ ഹെയർ. ഇത് ഈ പറഞ്ഞ ഇവരുടെ ഈ ലാസ്റ്റ് ബർത്ത് മീൻസ് ഒരു വീട്ടിലെ ഏറ്റവും ഇളയാളായിരിക്കും എന്നുള്ള മനസ്സിലാക്കുക. ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഉള്ള ആളാണ്. അങ്ങനെ നമുക്ക് ഓരോ കാര്യം പറയാമെന്ന് മനസ്സിലാക്കാം. അതുപോലെ ഇങ്ങനൊക്കെ ഉള്ള ആൾക്കാരെ ടൈലറിങ് അല്ലെങ്കിൽ ഡോയർ, അസ്ട്രോളജി, അല്ലെ CA, ബോട്ടണി, റിസർച്ച്, അങ്ങനൊക്കെ ഉള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കേതു വീനസ് എന്ന് വെച്ചാൽ കേതു വീനസ് എന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർക്ക് കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളോ കല്യാണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള
അതുപോലെ കേതു വീനസ് എന്ന് കഴിഞ്ഞാൽ ആ വീട്ടിലെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇളയ ആളായിരിക്കും ഒരു ലേഡിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടോ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് നോക്കാം, ചൊവ്വ ഈ പറഞ്ഞ ശുക്രന്റെ ഒരു കോമ്പിനേഷൻ നോക്കാം. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബ്രദർ നോക്കിക്കഴിഞ്ഞാൽ ബ്രദറും ഹസ്ബൻഡും അത്യാവശ്യം കണ്ടാൽ നല്ല സൗന്ദര്യമുള്ളതായിരിക്കും. പ്രത്യേകിച്ച് ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ഒരു ആണിന്റെ ആയിട്ടുള്ളതോ ഒരു വീനസ് എന്ന് പറഞ്ഞാൽ ശുക്രന്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ അതുപോലെ നമ്മുടെ യങ്ങർ ബ്രദറും ഈ ഒരു റേഡിയേഷൻ ആണ് നോക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഇതിലുള്ള പ്രത്യേകിച്ച് ലേഡീസിന്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല ഗുഡ് ലുക്കിംഗ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹസ്ബൻഡിനെ കിട്ടാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അതേപോലെ ഈ ശുക്രനും ഈ പറയുന്ന ഈ ചൊവ്വായും ഒക്കെ ഉള്ള ആംഗിളുള്ള പല ആൾക്കാരും പാസ്റ്റ് ലൈഫിൽ ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതേമാതിരി ഇങ്ങനെയൊക്കെ ഉള്ള ഈ പറയുന്ന ഈ വീനസ് അല്ലെങ്കിൽ ഈ പറയുന്ന ചൊവ്വ വീനസിന്റെ ഒരു കോമ്പിനേഷൻ വന്ന ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആ വീടിനടുത്ത് ചിലപ്പോൾ മെഡിക്കൽ ഷോപ്പ്, ഗാർമെന്റ് ഷോപ്പ്, ഈ പറയുന്ന തുണിക്കട അല്ലെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഈ ലേഡീസിന് എന്തെങ്കിലുമൊക്കെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടാകാനുള്ള വളരെ സാധ്യതയാണ് ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്. അതേമാതിരി ഇങ്ങനെയുള്ള ഈ റേഡിയേഷൻ ഉള്ള ആൾക്കാരുടെ ലേഡീസിന്റെ ഒക്കെ ബ്രദേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ഫൈൻ ആർട്സ് അല്ലെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ഫിലിം ഫീൽഡ് അങ്ങനെയൊക്കെ ഉള്ളത് അല്ലെ ഗോൾഡ് ഈ പറയുന്ന ശുക്രന്റെ റേഡിയേഷനുള്ള പല രീതിയിലുള്ള ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവരുടെ ബ്രദേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ഇവരുടെ പൊതുവെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ബാക്കിയുള്ളവരെ സഹായിക്കാനും ബാക്കിയുള്ളവരെ ഒരു ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഈ ചൊവ്വ ശുക്രൻ വരുന്ന ഈ കോമ്പിനേഷൻ ഉള്ള ഒരു ആൾക്കാർക്ക് ഭക്തി യോഗ എന്ന് പറയാം. പ്രത്യേകിച്ച് ഇവര് പല രീതിയിലൊക്കെ ഉള്ള ആംഗിളിൽ പ്രത്യേകിച്ച് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെ കൂടുതലായിട്ട് സഹായിക്കുക അല്ലെങ്കിൽ ആ ഒരു ചില ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു ആത്മീയമായിട്ടൊക്കെ ഉള്ള മേഖലകളിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് അവർക്ക് പ്രോപ്പർട്ടി ഒക്കെ കിട്ടാൻ ആരെങ്കിലുമൊക്കെ ഫ്രീ എടുക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ചില ആംഗിളിലുള്ള ഒരു ഇതിനെയാണ് ഭക്തി യോഗ എന്ന് പറയുന്നത്. അതേമാതിരി ഈ ചൊവ്വ എന്ന് പറഞ്ഞാൽ വളരെ ഹൈലി സെക്ഷൽ എനർജി ആണെന്ന് മനസ്സിലാക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ പ്രത്യേകിച്ച് ശുക്രനും ഈ ചൊവ്വായും ഒക്കെ ഈ പറഞ്ഞ മാതിരി കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഓപ്പോസിറ്റ് ഒക്കെ പോകുന്ന ആൾക്കാർ തന്നെ ഓട്ടോമാറ്റിക്കലി അവരെ അട്രാക്ട് ചെയ്യും. അപ്പൊ അവര് അങ്ങനെ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു രണ്ട് എനർജി അവിടെ. ഒന്നാമെന്ന് പറഞ്ഞാൽ ശുക്രൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സെക്ഷൽ എനർജിയാണ്, പ്രത്യേകിച്ച് അഗ്രസീവ് ആണ് ഈ ചൊവ്വ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കോമ്പിനേഷന് വളരെ പല രീതിയിൽ ഇമ്പാക്ട് നമുക്ക് ഇപ്പൊ തന്നെ അറിയാം. ഈ കെമിസ്ട്രിയിലൊക്കെ അഷ്ടകങ്ങൾ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു സംഭവമാണിത്. ഇപ്പൊ ഇവരെ ഇങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഓപ്പോസിറ്റ് ഉള്ള ഈ ഒരു റേഡിയേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ആണായാലും പെണ്ണായാലും ഇങ്ങനത്തെ ഒരു റേഡിയേഷൻ ഉള്ള ആൾക്കാരാണെന്നതിൽ പല രീതിയിലും പലരും അട്രാക്ട് ചെയ്യുക, അറിയാതെ തന്നെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. അത് തന്നെയല്ല ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ ഉള്ള ആൾക്കാർ മൾട്ടിപ്പിൾ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ മാസിന്റെയും ചൊവ്വായുമായിട്ട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് രാഹു ഒക്കെ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നിടത്ത് ചില ആംഗിളിൽ ചില ഇതൊക്കെ പ്രത്യേകിച്ച് കണക്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവര് ചില കേസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ചില അവിഹിതമായിട്ടുള്ള ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന അത് നമ്മളൊരു ചാനൽ ആയതുകൊണ്ട് എനിക്ക് പറയാനുള്ള ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അത് സാധാരണ ആൾക്കാരെ പറ്റിയല്ല, അതിന്റെ ചില പ്ലാനറ്ററി കോമ്പിനേഷനിലെ ഇങ്ങനെയുള്ള പ്ലാനറ്റിന്റെ കൂടെ ചില പ്ലാനറ്റ് കണക്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഇത് ഈ പറയുന്ന ശുക്രൻ ഈ പറയുന്ന രാഹു അതേമാതിരി ഈ ചൊവ്വ ഇങ്ങനെയൊക്കെ ഉള്ള കണക്ടിവിറ്റി അതിന്റെ കൂടെ വേറെ ചില പ്ലാനറ്ററി കണക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ളൊരു മൾട്ടിപ്പിൾ റിലേഷൻ ബ്രേക്കപ്പ് അങ്ങനെയൊക്കെ ചെയ്ത് വരുവാണ്. അങ്ങനെയൊക്കെ കുറെ കോമ്പിനേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. നമുക്ക് ഇതെല്ലാം കൂടി ഇതിനകത്ത് കവർ ചെയ്യാൻ പറ്റത്തില്ല. അതേമാതിരി പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ വളരെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരോടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. അതേമാതിരി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൗസ്, നല്ല വീട്, നല്ല പ്രോപ്പർട്ടി, വണ്ടി അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ ഉള്ള ആൾക്കാരെ. മാത്രമല്ല നല്ല ചില ആൾക്കാർക്ക് അസ്ട്രോളജി ഒക്കെ പഠിക്കാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ ചാൻസ് ഓഫ് അതുപോലെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു റേഡിയേഷൻ ഉള്ള ആൾക്കാർ പ്രത്യേകിച്ച് രാഹു ഈ പറയുന്ന ശുക്രൻ പ്രത്യേകിച്ച് ചൊവ്വ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു റേഡിയേഷൻ കൂടെ കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന സെക്ഷലി അഡിക്റ്റ് ആയിട്ടുള്ള പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിൽ പോകുന്നത് പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നിംഫോമാനിയ എന്ന് തോന്നുന്നു അങ്ങനെ എന്തോ ഒരു പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നിംഫോമാനിയ ഇതേമാതിരി അത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന പിന്നെയും പിന്നെയും അങ്ങനെയൊക്കെ ഉള്ള ഒരു ചില ആംഗിളിലുള്ള ഈ ഒരുക്കെ ചില ലേഡീസ് ഈ ഒരു ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആണെന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതുപോലെ നമ്മളിത് നേരെ വിപരീതമായിട്ടുള്ള അടുത്ത ഇത് പറയുന്നത് ഇത് നോക്കിക്കഴിഞ്ഞാൽ ശുക്രനും അതുപോലെ ചൊവ്വായും കൂടെ ശുക്രൻ ആദ്യം വന്നു, ചൊവ്വ അടുത്ത് വന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കേസ് നോക്കിക്കഴിഞ്ഞാലും പല ആൾക്കാരും ലേഡീസിന്റെ ഇങ്ങനെയൊക്കെ ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തെങ്കിലുമുള്ള ആക്സിഡന്റ് ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സർജറി കൂടെ ആ കുട്ടികളെ എടുക്കാൻ പറ്റത്തുള്ളൂ, സിസേറിയൻ ഉണ്ടാകാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഇടയ്ക്ക് എന്തെങ്കിലും വൈഫിന് ആക്സിഡന്റോ സർജറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അത് എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാനറ്ററി പൊസിഷന് നമുക്ക് നമ്മുടെ ഈ ഇവരുടെ ചൊവ്വയുടെ മേളിക്കൂടെ പോവുക അല്ലെ കേതു ഒക്കെ ഇങ്ങനെ ചില മേളിക്കൂടെ പോകുമ്പോൾ ആ കണക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞിട്ട് ആ കണക്ടിവിറ്റിക്കകത്തൂടെ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള വീനസ് ഈ പറയുന്ന മാർസ് കണക്ട് ആണെന്നൊരു ആ ലേഡീസിന്റെ ബർത്ത് മേളിൽ കൂടെ ഈ പറയുന്ന മാർസോ വീനസോ പാസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് മാർസ് അതായത് ചൊവ്വ പാസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആക്സിഡന്റോ സർജറി റിലേറ്റഡ് ആയിട്ടുള്ള ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ ബ്ലഡ് ദാനം ചെയ്യുക അല്ലാന്നൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ പല റെമഡി നമ്മുടെ ബ്ലഡ് റെമഡിയുടെ പറഞ്ഞിട്ടുണ്ട്. ബ്ലഡ് റെമഡി എന്ന് ഓർത്താൽ നമ്മൾ സെർച്ച് ചെയ്താൽ മതി, കാണാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പൊ ബ്ലഡ് റെമഡി ചെയ്യുക, അല്ലൊന്നൊരു സിന്ദൂരം ദാനം ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അല്ലൊന്നൊരു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ റെമഡി പാർട്ടിലെ ഈ പറഞ്ഞ വിഷുവിന്റെ വീഡിയോ ഉണ്ട്. വിഷുവിന്റെ വീഡിയോക്കകത്ത് പല റെമഡി പറഞ്ഞിട്ടുണ്ട്, ഓരോ പ്ലാനറ്ററി പൊസിഷൻ എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്ന്. അത് പോയിട്ട് കാണുക. അതുപോലെ ഈ പറയുന്ന ഈ വീനസ് മാർസ് എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉള്ള ബർത്തിയായിട്ടുള്ള ലേഡീസ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഹസ്ബൻഡ് ഒരു റിച്ച് ഫാമിലിയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡിന് അത്യാവശ്യം പൈസ കാര്യങ്ങൾ ഉണ്ടാകാനുള്ളത്. അത് അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതേമാതിരി വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മൾ നോട്ട് ചെയ്ത് നേരെ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ശുക്രനും ചൊവ്വയുടെ ഒക്കെ കോമ്പിനേഷൻ പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരാളുടെ ഇങ്ങനെയുള്ള ഒരു ലേഡി ആണെന്നെങ്കിൽ അവരുടെ പ്രത്യേകിച്ച് ബർത്തിയാട്ടില് ശുക്രൻ നിൽക്കുന്നു, അത് കഴിഞ്ഞ് ചൊവ്വ നിൽക്കുന്നു, രാഹു നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഈവൻ കല്യാണം കഴിഞ്ഞാലും മൾട്ടിപ്പിൾ റിലേഷൻസ് പോകുന്ന ഇതാണെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കാം. പ്രത്യേകിച്ച് അതിന്റെ ഒക്കെ ആംഗിളും കാര്യങ്ങളും റേഡിയേഷനും ഒക്കെ ഉണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഈ മാത്രമല്ല ചില ആൾക്കാര് സെപ്പറേറ്റ് റൂമിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന വീനസ് അതായത് ശുക്രന് ചൊവ്വ അത് കഴിഞ്ഞ് ശനി കയറി വരുവാണെന്ന് വെച്ചു, ശനിയും അത് കഴിഞ്ഞ് മാർസ് വരുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കണക്ടിവിറ്റിയാണ്. അതിന്റെ ഡിഗ്രി നമ്മൾ നോക്കണം. ആ ഡിഗ്രി വെച്ചിട്ട് നോക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ ഹസ്ബൻഡും വൈഫും ഒഴിച്ച് കിടന്ന് രണ്ട് റൂമിൽ കിടന്ന് ഉറങ്ങാനുള്ള ഒന്നിച്ച് ചിലപ്പോൾ ചേർച്ച കാണത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ ശനി ഈ പറയുന്ന ചൊവ്വായ അല്ലെങ്കിൽ ഈ ശനിയും വീനസ് അപ്പൊ ഇങ്ങനെയുള്ള കുറെ ശത്രുഗ്രഹങ്ങളും മിത്രഗ്രഹങ്ങളും ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കോമ്പിനേഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് പറയുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ പ്രത്യേകിച്ച് ഈ പറയുന്ന വീനസും ഈ ശുക്രനും കൂടെ ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഒരു സാറ്റേൺ അവിടെ കയറി വന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കും. കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് ഈ പ്രത്യേകിച്ച് ചൊവ്വായും ശനിയും ഒക്കെ എന്ന് പറഞ്ഞാൽ ശത്രുവാണ്. അങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങളുടെ ഈ കണക്ടിവിറ്റി വരുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ സെപ്പറേറ്റ് രണ്ട് റൂമിൽ പോയിട്ട് കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ അവർ മമ്മിയുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് ഇല്ലാതിരിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ മെർക്കുറി വീനസ് ഒന്ന് നോക്കാം. മെർക്കുറി വീനസ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റർ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റർ അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ നല്ല ഗുഡ് ലുക്കിംഗ് ആയിരിക്കും, നല്ല കണ്ടു കഴിഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ളത്, അതുപോലെ നല്ല ലക്ഷറി ആയിട്ടൊക്കെ ജീവിക്കാനുള്ളത്. അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വളരെ ഇന്റലിജന്റ് ആണ്. പ്രത്യേകിച്ച് ബുധൻ എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഗ്രഹമാണ്, ബിസിനസിന്റെ. അപ്പൊ ഈ പ്രത്യേകിച്ച് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നായിരിക്കും, അല്ല ബിസിനസ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോമ്പിനേഷൻ ഉള്ള ആൾക്കാർ പിന്നെ ഫ്യൂച്ചറിൽ ബിസിനസ് ചെയ്യാനൊക്കെ ഉള്ള ആൾക്കാർ. പ്രത്യേകിച്ച് അതുപോലെ ഈ പറയുന്ന മെർക്കുറി വീനസ് കോമ്പിനേഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ലേഡീസ് നല്ല ഒരു ടോക്കറ്റീവ് ആയിരിക്കും, ഒരുപാട് സംസാരിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ. അതുപോലെ വിദ്യാഭ്യാസമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളത്, ആർട്സ്, ബയോടെക്നോളജി, അല്ലെ ഫൈനാൻസ്, ഹ്യൂമാനിറ്റേറിയൻ, ഇങ്ങനെയൊക്കെ ഉള്ള സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടൊക്കെ ഇവർക്ക് പഠിക്കാനൊക്കെ ഉള്ള ഒരു നല്ലതാണ്. അതുപോലെ ഈ നല്ല ഇവർ പറയുന്ന ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ അതേമാതിരി നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യാനുള്ള ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗാർമെന്റ് ഷോപ്പ്, വൈൻ ഷോപ്പ്, അല്ലെങ്കിൽ ഒരു ബാറ്, ഈ ഫൈനാൻസ് കമ്പനി, അല്ലെങ്കിൽ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളത്, പ്രത്യേകിച്ച് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പഠിക്കാനെടുക്കാൻ ഈവൻ ഡോക്ടേഴ്സിനൊക്കെ എന്ന് പറഞ്ഞാലും ഈ ഒരു ആംഗിളിൽപ്പെട്ട നല്ലതാണ്. പ്രത്യേകിച്ച് പറയുന്ന ഈ മെർക്കുറി വീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യൂട്യൂബ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ
കോമ്പിനേഷന്റെ ഗ്രഹമാണ് ഈ പറയുന്ന വീനസ് മെർക്കുറി എന്ന് പറയുന്നത്. അപ്പൊ മെർക്കുറി വീനസിന്റെ ആ ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങള് അല്ല എന്നൊരില് ഇങ്ങനെ ഒരുപാട് ആംഗിളില് ചെയ്യാനുള്ള കഴിവ്, ബിസിനസ് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ നല്ല ഇന്റലിജന്റ് ആയിരിക്കും, നല്ല ഷാർപ്പായിട്ട് സംസാരിക്കാൻ, പിന്നെ നല്ല ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷന്, അവരുടെ അതുപോലെ സ്കിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്കിന്നായിരിക്കും. അപ്പൊ എന്നാ നോക്കിയാൽ ഇത് തന്നെ നമുക്ക് നേരെ തിരിച്ചു നോക്കാം. ഈ പറയുന്ന വീനസ് മെർക്കുറി, ഈ ശുക്രനും പറയുന്ന മെർക്കുറിയും കൂടെ നോക്കാം. അപ്പൊ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വീനസ് എന്ന് പറഞ്ഞാൽ അവിടെ വൈഫാണ്, മെർക്കുറി എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ്, അതായത് ബിസിനസിന്റെ പ്ലാനറ്റ് ആണ്. അപ്പൊ ഭയങ്കര ഇന്റലിജന്റ്, ഇങ്ങനെയുള്ള ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ വൈഫ് വളരെ ഇന്റലിജന്റ് ആയിരിക്കും. മേ ബി അതേമാതിരി ഒരു വീട്ടിലെ ഇളയ ആളായിരിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ വൈഫ് ഒരുപാട് സംസാരിക്കുന്ന ആളായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള, അതുപോലെ ഹസ്ബൻഡിനുമായിട്ട് വളരെ പാഷനറ്റ്, ഹസ്ബൻഡുമായിട്ട് നല്ല സ്നേഹമുള്ള വൈഫായിരിക്കും. അപ്പൊ അതേമാതിരി ഇവർക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ അവര് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ആംഗിൾ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലേഡീസൊക്കെ ബിസിനസ് ചെയ്യാൻ, കല്യാണം കഴിഞ്ഞിട്ട് ബിസിനസ് ഒക്കെ ചെയ്യാനൊക്കെ ഉള്ള ഇതുള്ളതും ആ ബിസിനസ്സിൽ നിന്ന് ഉയർച്ച ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അവരുടെ ആംഗിളിലുള്ള ഈ പറയുന്ന ഗാർമെന്റ്സ്, മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ആംഗിളിലുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഉയർച്ച അതിനകത്തുണ്ടാവും. തിരുവാതിര നോക്കിക്കഴിഞ്ഞാൽ ഈ തിരുവാതിര നക്ഷത്രാധിപൻ എന്നാണ് ബുധനാണ്. ഇവര് സഹോദരങ്ങളുമായിട്ടൊക്കെ വളരെ നാളായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഈ സഹോദരങ്ങളൊക്കെ വന്നിട്ട് കണ്ടുമുട്ടാനും സഹോദരങ്ങളൊക്കെ കാണാനും അവരുമായിട്ട് നല്ല നർമ്മ സല്ലാപങ്ങളൊക്കെ പങ്കിടാനൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇവർക്ക് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. അതുപോലെ പഴയ നമ്മുടെ ബാല്യകാല സുഹൃത്തുക്കളെയൊക്കെ കണ്ടുകൂട്ടാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുകൂട്ടാൻ, അതുപോലെ അയൽവക്കത്തൊക്കെ വിദേശത്തൊക്കെ ഉള്ള ആൾക്കാരെ ചിലപ്പോൾ നാട്ടിൽ തിരിച്ചെത്താനും പഴയ സുഹൃത്തുക്കളെയൊക്കെ കാണാനും, അതുപോലെ അയൽവക്കക്കാരുമായിട്ടൊക്കെ നല്ല നന്മ സല്ലാപങ്ങളെ നടത്താനും പഴയ ഓർമ്മകളൊക്കെ അയവിറക്കാനും ഒക്കെ ഉള്ള നല്ലൊരു സാഹചര്യങ്ങള്. അതുപോലെ ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുകൂട്ടാനൊക്കെ ഉള്ളത്, പഴയ എന്തെങ്കിലും നമ്മൾ അഭിപ്രായ വ്യത്യാസം അയൽവക്കക്കാരുണ്ടായിരുന്നതിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർത്ത് നല്ല രീതിയിൽ രമ്യതയിൽ പോകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അതേമാതിരി ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഒരു ലോക്കൽ സപ്പോർട്ട് കിട്ടാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു നാളുകാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൂടാതെ ഇവർക്കിപ്പോ പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും പാർട്ടീഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാവുന്നതിൽ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ പാർട്ടീഷൻ ചെയ്യാന്, അതുപോലെ ഇങ്ങനെയൊക്കെ ഇപ്പൊ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ അവര് ബ്രദേഴ്സൊക്കെ പറഞ്ഞ് കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമെടുത്ത് നല്ല രമ്യതയിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കൂടെ അവരൊരു വീതം വെക്കാനും എടുക്കാനും ഒക്കെ പ്രോപ്പർട്ടി പാർട്ടീഷൻ ചെയ്യാൻ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. മാത്രമല്ല ഇവരെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ, ചിലപ്പം ഈ ഒരു രീതിയിൽ പുതിയ ഒരു പ്രണയബന്ധം ഉണ്ടാകാനും അല്ല പഴയ ഒരു പ്രണയബന്ധം പുതുക്കാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഇവർക്ക് നോക്കിക്കഴിഞ്ഞാല് നല്ല എന്തെങ്കിലും ഒരു നല്ല സ്പെക്കുലേറ്റീവ് ഗെയിൻ, അൺഎക്സ്പെക്റ്റഡ് ഏതെങ്കിലും ഒരു രീതിയിലുള്ള പൈസ കിട്ടാനോ അല്ലെന്നൊരു ഏതെങ്കിലും KSF ചിട്ടി അല്ലെന്നൊരു ഈ പറഞ്ഞ ട്രേഡിങ് അങ്ങനെയൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു ഊഹക്കച്ചവടത്തിൽ കൂടെ അപ്രതീക്ഷിതമായിട്ട് ചില ധനം വന്നു ചേരാനുള്ള സാഹചര്യങ്ങള്, പുതിയ ഈ പറഞ്ഞ മാതിരി പ്രണയബന്ധങ്ങൾ ഉണ്ടാകാൻ, അത് കൂടാതെ കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാകാൻ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പൊതുവെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു നല്ലൊരു സമയമാണ്. മാത്രമല്ല വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. പുതിയ വിവാഹബന്ധം വന്നു ചേരാന്, പുതിയ കല്യാണ ആലോചനകൾ വരാനും അങ്ങനെയൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. അതുപോലെ ഹസ്ബൻഡ് വൈഫ് അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണ്. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ചില എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ അകന്നു കഴിയുന്നുണ്ടെന്ന് വരിൽ അവരാണെന്ന് വരില്ല വന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിർത്തി രമ്യതയിൽ പോകാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, വളരെ സന്തോഷകരമായ സല്ലാപങ്ങൾ ചെയ്യാനും നല്ല സന്തോഷകരമായിട്ട് മുഹൂർത്തങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഏറ്റവും നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് പാർട്ട്നേഴ്സിനെ നോക്കുന്ന ആൾക്കാർക്ക്
പുതിയ പാർട്ട്നേഴ്സിനെ കിട്ടാന്, അങ്ങനെയുള്ള അതിൽ കൂടെ ധനാഗമനം ഉണ്ടാകാന്, അതുപോലെ ബിസിനസ്സിനുള്ള ഉയർച്ച വരാന്, ബിസിനസ്സിനകത്ത് പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്താന്, അതുപോലെ അല്ലെന്നൊരു ഈ പറഞ്ഞ മാതിരി പുതിയ എന്തെങ്കിലും എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ എടുക്കാനും ഒക്കെ ഉള്ള വളരെ നല്ലതായിട്ടുള്ള ഒരു അനുകൂലമാണ്. അതുപോലെ നമ്മൾ കടമൊക്കെ കൊടുത്തിട്ട് പൈസ തിരിച്ചു കിട്ടുകയെന്ന ഇതത് ലോങ് ക്രെഡിറ്റ്, അങ്ങനെയുള്ള പൈസ ഒക്കെ പാസ് ചെയ്തിട്ടുള്ളത് റിക്കവർ ചെയ്യാനോ അല്ലെങ്കിൽ അവർ വന്ന് സംസാരിച്ചിട്ട് നമ്മൾ പൈസ തരാമെന്നുള്ള ഒരു എഗ്രിമെന്റിൽ എത്താനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ. അതുപോലെ ഈ പറഞ്ഞ ഒരു കല്യാണം കഴിക്കാനുള്ള ആൾക്കാർക്ക് പുതിയ കല്യാണാലോചനകൾ വരാനോ എടുക്കാനോ ഒക്കെ ഉള്ളതെന്ന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ ചില ആൾക്കാരൊക്കെ മാരേജ് ഒക്കെ എന്തെങ്കിലും ബ്രേക്ക് ആകാന്, ചില ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള ആസ്പെക്ട്, പ്രത്യേകിച്ച് ഈ ചില ആൾക്കാർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബർത്ത് ചാർട്ടില് ഈ കേതുവ്, ശുക്രന്, അതേമാതിരി നമ്മുടെ ചൊവ്വ, ഈ ചൊവ്വ എന്തെന്ന് പറഞ്ഞാൽ കല്യാണം നടത്തി കൊടുക്കുന്നതാണ്. അതുപോലെ ഈ ആണുങ്ങളെ ആണെന്നൊരു ചൊവ്വ ആണ്, ലേഡീസിന്റെ ആണെന്നതിൽ ശുക്രനാണ്. അപ്പൊ ഇതിനിടയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു കേതുവിന്റെ ഒക്കെ കണക്ടിവിറ്റി കയറി വരുന്ന ആൾക്കാർക്ക് ഡൈവേഴ്സ്, പ്രത്യേകിച്ച് ഈ ട്രാൻസിഷന്റെ ഈ ഒരു ടൈമില് ഈ കേതു പാസ് ചെയ്യുന്ന സമയത്താണെന്ന് വരില്ല, അങ്ങനെയൊക്കെ ഡൈവേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം പക്ഷേ അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ശുക്രന്റെ വരവോടുകൂടി അവർക്ക് അപ്രതീക്ഷിതമായിട്ട് അവരെ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള ഡൈവേഴ്സിന്റെ വക്കി വരെ എത്തിയിരുന്ന ആൾക്കാർ പോലും അവർ കാര്യങ്ങൾ വന്ന് പറഞ്ഞു തീർത്ത് വളരെ അനുകൂലമായിട്ട് ഗമ്യതയിൽ പോകാനൊക്കെ ഉള്ള ഒരു സമയമാണ് ഈ ഒരു ശുക്രന്റെ പാസ് വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ജീവിതം, അതായത് ശുക്രൻ വാരിക്കോരി തരുന്ന എല്ലാ സന്തോഷവും ജീവിതത്തിലെ നല്ല നല്ല നിമിഷങ്ങൾ കൊണ്ടുതരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറഞ്ഞാൽ. അതേമാതിരി നമ്മള് ജീവിതത്തിലെ ഒരു കണക്കിന് ചിലപ്പോൾ നടക്കത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. നല്ല ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാകാന്, നല്ല സോഷ്യൽ സർക്കിൾ ഉണ്ടാകാന്, നല്ല ഗെറ്റ് ടുഗദേഴ്സ്, എവിടെയെങ്കിലുമൊക്കെ നല്ല കല്യാണം അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള നല്ല നല്ല ഫംഗ്ഷനിലൊക്കെ പോയിട്ട് പങ്കെടുക്കാന്, പ്രത്യേകിച്ച് ഹസ്ബൻഡ് വൈഫുമായിട്ടൊക്കെ പോയിട്ട് പങ്കെടുക്കാനൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങള്, നല്ല ഫ്രണ്ട്ഷിപ്പ് വലയങ്ങള്, പഴയ നല്ല സുഹൃത്തുക്കളൊക്കെ കണ്ടുമുട്ടാന്, അപ്പൊ പിന്നെ നമുക്ക് ഈ പറയുന്ന പല ഫുൾഫിൽമെന്റ്, പല രീതിയിൽ നമ്മൾ നടക്കത്തില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നടക്കാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങള്, നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങള്, അങ്ങനെ ജീവിതത്തില് ആകെപ്പാടെ ചില ആൾക്കാർ വിഷമിച്ചിരുന്ന ആൾക്കാർക്കെല്ലാം അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന ഒരു സൗഭാഗ്യമാണ് ഈ ശുക്രൻ എന്ന് പറയുന്നത്. അപ്പം ജീവിതത്തിൽ നല്ല നല്ല നർമ്മ സല്ലാപങ്ങൾ, നല്ല ഈ മൊമെന്റുകൾ ഉണ്ടാകാനൊക്കെ ഉള്ള, അതായത് നല്ല പേഴ്സണൽ സീക്രട്ടൊക്കെ സൂക്ഷിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള ഈ ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഫുൾഫിൽമെന്റ്, അതിന്റെ ഒരു സാവലീകരണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടാണ് ഈ ഒരു ഇവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ.